ത്രിയേക ദൈവത്തിന്റെ ധന്യതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ നോമ്പിലെ മൂന്നാമത്തെ ഞായറാഴ്ച നാം വിശുദ്ധ ഏവൻഗെലിയോനിൽ വായിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാമത്തെ അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. യേശുതമ്പുരാൻ കപർന്നഹൂമിൽ നിൽക്കുമ്പോൾ ഒരു വീട്ടിലാണ്. ആ സന്ദർഭത്തിൽ അവൻ സുവിശേഷം ജനസമൂഹത്തോട് പങ്കുവെക്കുന്നു. വീടിനുള്ളിൽ വളരെ തിരക്കാണ്. 4 പേർ ചേർന്ന് ഒരുവനെ കൊണ്ടുവരുന്നു. അവൻ പക്ഷവാത രോഗിയാണ്. അവന് സൗഖ്യം ലഭിക്കേണ്ടുന്നതുണ്ട്. എന്നാൽ ഈ ജനക്കൂട്ടത്തെ അതിജീവിച്ച് യേശുവിൻ്റെ അരികിലേക്ക് നേരിട്ട് ഈ രോഗിയെ കൊണ്ടുവരുന്നത് പ്രയാസകരമാകിയാൽ വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് ഈ 4 പേർ ചേർന്ന് കട്ടിലോടുകൂടി ഈ തളർവാദ രോഗിയെ യേശുവിൻ്റെ അരികിലേക്ക് കൊണ്ടുവരുന്നു. യേശു അവൻ്റെ പാപങ്ങൾ മോചിച്ച് നൽകുന്നു. യേശു അവന് സൗഖ്യം നൽകുന്നു. ഈ പശ്ചാത്തലത്തിൽ അവിടെയുള്ള പരീശന്മാർ യേശുക്രിസ്തു ദൈവദൂഷണം പറയുന്നു എന്ന ചിന്തയോടുകൂടെയാണ് നിൽക്കുന്നത്. യേശു അവരുടെ ഹൃദയവിചാരങ്ങൾ അറിഞ്ഞ് അവർക്ക് മറുപടി കൊടുക്കുന്നു. ഇതാണ് വേദഭാഗം. ഇവിടെ നമുക്ക് 4 സന്ദേശങ്ങൾ ലഭ്യമാകുന്നു. ഒന്നാമത്തെ സന്ദേശമായിട്ടുള്ളത്, ഇവിടെ ഈ പക്ഷവാതക്കാരൻ യേശുവിൻ്റെ അരികിലേക്ക് വരുമ്പോൾ നാം ബാഹ്യമായി ചിന്തിക്കുന്നതെങ്കിൽ അവന് ശാരീരിക സൗഖ്യം മതി. പക്ഷെ യേശു അവന് ആന്തരിക സൗഖ്യവും വേണം എന്ന് തിരിച്ചറിയുകയാണ്. അതുകൊണ്ടാണ് അവൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് യേശു അവനോട് പറയുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ബാഹ്യമായ സൗഖ്യത്തോടൊപ്പം തന്നെ ആന്തരികമായ സൗഖ്യവും നമുക്ക് അനിവാര്യമാണ്. സമഗ്രമായ സൗഖ്യം, ഹോളിസ്റ്റിക് ഹീലിംഗ് നമുക്ക് അനിവാര്യമാണ്. വലിയ നോമ്പ് നമ്മുടെ സമഗ്രമായ സൗഖ്യത്തിനുള്ള വേളയാണ്, അവസരമാണ്. ദൈവത്തിലേക്ക് ചേർന്ന് നിന്ന് ദൈവോന്മുഖരായി നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും സമഗ്രമായ സൗഖ്യം നമുക്ക് ലഭ്യമാകും എന്ന് വേദഭാഗം ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമതായി, ഇവിടെ ഈ പക്ഷവാതക്കാരൻ യേശുവിനോട് ഒരു ആവശ്യവും പറയുന്നില്ല. പക്ഷെ അവൻ്റെ ആവശ്യത്തെ യേശു തിരിച്ചറിയുകയാണ്. നമ്മുടെ തമ്പുരാൻ നമ്മുടെ വേദനകളെ മനസ്സിലാക്കുന്നുണ്ട്. നമുക്ക് ആവശ്യമായത് എന്താണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. നാം നമ്മുടെ ചിന്താമണ്ഡലത്തിൽ നിന്നും രൂപപ്പെടുന്ന ഒരു അഭ്യർത്ഥന അവൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നതിന് മുൻപ് തന്നെ മനുഷ്യരായ നമുക്ക് എന്താവശ്യമുണ്ട് എന്ന് നമ്മുടെ ദൈവത്തിന് അറിയാം എന്ന ബോധ്യമാണ് ഈ വേദഭാഗം നൽകുന്നത്. അതുകൊണ്ട് ജീവിതത്തെക്കുറിച്ച് ഭാരപ്പെടുകയല്ല, നമ്മെക്കുറിച്ച് അറിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് ഭാരങ്ങൾ ഇറക്കി വെക്കുകയാണ് വേണ്ടത് എന്ന ഓർമ്മപ്പെടുത്തൽ വേദഭാഗം നൽകുന്നു. മൂന്നാമത്, ഇവിടെ 4 ആളുകൾ കൂടിയാണ് ഈ മനുഷ്യനെ കൊണ്ടുവരുന്നത്. 4 എന്നത് സുവിശേഷങ്ങളുടെ പ്രതീകം കൂടിയാണ്. കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് നമുക്ക് അടുത്തു വരണമെങ്കിൽ വിശുദ്ധ സുവിശേഷങ്ങൾ നമുക്ക് അതിന് മാർഗം കാണിക്കും. അതുകൊണ്ട് തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ കർത്താവിന്റെ അരികിലേക്ക് വരിക എന്ന സന്ദേശവും ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഒപ്പം തന്നെ ഈ 4 പേർ ഇവിടെ ഈ മനുഷ്യനെ കർത്താവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരികയാണ്. ഇത് ആത്മീകമായ സൗഹൃദത്തിന്റെ പ്രതീകമാണ്. വലിയ നോമ്പിന്റെ ഈ കാലയളവിൽ ദൈവത്തിലേക്ക് അനേകർക്ക് അടുത്തു വരുന്നതിനുള്ള സാഹചര്യം നാം ഒരുക്കി കൊടുക്കണം. നമ്മുടെ പ്രാർത്ഥനകളിലും നമസ്കാരങ്ങളിലും ആരാധനാവേളകളിലും ഈ പ്രപഞ്ചത്തെ മുഴുവൻ ജീവനോടിരിക്കുന്നവരെയും മരിച്ചുപോയവരെയും ഒക്കെ നാം സ്മരിക്കുന്നതും ഇത്തരത്തിലാണ്. അനേകരുടെ ജീവിതാവശ്യങ്ങളും അവരുടെ നൊമ്പരങ്ങളും അവരുടെ ആശകളും ആശങ്കകളും അവരുടെ സന്തോഷങ്ങളും വിലാപങ്ങളും ഒക്കെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട്. സ്വാർത്ഥതയുടെ കോട്ടയ്ക്കുള്ളിലല്ല, സ്നേഹത്തിന്റെ വിശാലമായ ഭൂമികയിലേക്ക് നമുക്ക് ഇറങ്ങി വരേണ്ടുന്നതുണ്ട്. അങ്ങനെ കൂട്ടായ്മയുടെയും സൗഹൃദത്തിൻ്റെയും സഹകരണത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും ഉള്ള വേളയായി ഈ നോമ്പിനെ നാം രൂപപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെ ഈ സന്ദേശവും നമുക്ക് ഈ വേദഭാഗത്തു നിന്നും ലഭിക്കുന്നു. നാലാമതായി നോക്കൂ, ഇവിടെ ശാസ്ത്രിമാർ, പരീശന്മാർ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇവിടെയുണ്ട്. അവരൊക്കെ കർത്താവിനെ കുറ്റാരോപണം നടത്തുന്നതിന് വേണ്ടി ഉത്സുകരായിട്ട് നിൽക്കുകയാണ്. പ്രതിസന്ധികൾ ഉണ്ടാകും, വെല്ലുവിളികൾ ഉണ്ടാകും, എതിർപ്പുകൾ ഉണ്ടാകും.
ഒരു മനുഷ്യൻ നന്മയിലേക്ക്, നീതിയിലേക്ക്, സത്യത്തിലേക്ക്, സൗഹൃദങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അവനെ തടയുന്നതിനുള്ള ശ്രമങ്ങൾ പല വിധത്തിൽ മനുഷ്യരാൽ, സാഹചര്യങ്ങളാലൊക്കെ രൂപപ്പെടുന്നുണ്ടാകും. പക്ഷെ ഇങ്ങനെ വെല്ലുവിളികൾ ഉണ്ട് എന്നും ആ വെല്ലുവിളികളെ അതിജീവിച്ചു മാത്രമേ നമുക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ കഴിയുകയുള്ളൂ എന്നും നാം ദൈവസന്നിധിയിലേക്ക് വിശുദ്ധിയോടും നിർമ്മലതയോടും നിഷ്കളങ്കതയോടും നീതിയോടും ന്യായത്തോടും സത്യത്തോടും കൂടെ കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ ഉണ്ടാകും എന്ന ബോധ്യവും നമുക്ക് ഈ വേദഭാഗം നൽകുന്നു. അതുകൊണ്ട് 4 സന്ദേശങ്ങൾ നമുക്ക് ഈ വേദഭാഗത്തിൽ നിന്നും ലഭ്യമാകുന്നു. സമഗ്രമായ സൗഖ്യം, ഹോളിസ്റ്റിക് ഹീലിംഗ് നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ആവശ്യങ്ങളെ കർത്താവിൻ്റെ മുമ്പിൽ ഒരു ചാക്ക് ഇങ്ങനെ തുറന്ന് വെക്കുന്നത് പോലെ നാം തുറന്നു വെക്കേണ്ടുന്നതില്ല. കാരണം അവൻ ഇതെല്ലാം അറിയുന്നവനാണ്. എങ്കിലും മനുഷ്യരായ നമുക്ക് നമ്മുടെ ആശങ്കകൾ ദൈവസന്നിധിയിൽ പകരാനുള്ള വേളയുണ്ട്, അത് മറക്കണ്ട. പക്ഷേ ദൈവം ഇതെല്ലാം അറിയുന്നുണ്ട് എന്ന ബോധ്യത്തിൽ വിനയാന്വിതരായി നമുക്ക് നിൽക്കാൻ കഴിയണം. ഒപ്പം തന്നെ ഇവിടെ 4 പേരെ കാണുന്നു. അത്തരത്തിൽ സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും വേളയിലേക്ക്, സാഹചര്യത്തിലേക്ക്, അനുഭവത്തിലേക്ക് അനേകരെ കൊണ്ടെത്തിക്കുവാനുള്ള നിയോഗം നമുക്ക് ദൈവമക്കൾ എന്ന നിലയിലുണ്ട് എന്ന ബോധ്യവും നൽകുന്നുണ്ട്. ഒപ്പം എതിർപ്പുകളുണ്ട്, വെല്ലുവിളികളുണ്ട്. ആത്മീയ ജീവിതത്തിൽ നാം മുന്നോട്ട് പോകുമ്പോൾ, ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മെ കുറ്റം വിധിക്കുന്നതിനും പ്രയാസപ്പെടുത്തുന്നതിനും പിൻവലിക്കുന്നതിനുമൊക്കെ ആളുകളും സാഹചര്യങ്ങളും സാധ്യതകളും ഉണ്ടാകും. ആ വെല്ലുവിളികളുടെ മധ്യത്തിലും ദൈവോന്മുഖരായി നാം മുന്നോട്ട് പോകണം എന്ന ബോധ്യവും വേദഭാഗം നൽകുന്നു. അനുഗ്രഹീതമായ നോമ്പിൽ കൂടെ നാം കടന്നു പോകുമ്പോൾ ഏതെങ്കിലും വിധത്തിലുള്ള തളർച്ചകൾ ജീവിതത്തിൽ നമുക്ക് വന്നു പോയിട്ടുണ്ട് എങ്കിൽ ആ തളർച്ചകളെ ഓരോന്നിനെയും വിശകലനം ചെയ്ത് അനുതാപത്തിൽ കൂടി, വിശുദ്ധ ജീവിതത്തിൽ കൂടി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് നമുക്ക് സമഗ്രമായ സൗഖ്യം പ്രാപിക്കാം. അതിന് നോമ്പ് നമുക്ക് മുഖാന്തരമാകട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.